സമരവീരത്തിന്റെ 27ാം ദിനം. വനിതാ ദിനത്തിൽ ആശാവർക്കർമാരുടെ മഹാസംഗമം. വനിതാ ദിനത്തിൽ മഹാസംഗമം നടത്താനൊരുങ്ങി ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദിയിലേക്ക് കേരളത്തിലെമ്പാടുമുള്ള സ്ത്രീകളെ ആശാവർക്കർമാർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സമരത്തിന്റെ 27ാം ദിവസമാണിന്ന്. മഹാസംഗമത്തിന് പിന്തുണയറിയിച്ച് അരുന്ധതി റോയും ദിവ്യപ്രഭയും കനി കുസൃതിയും റിമ കല്ലിങ്കലും ഉൾപ്പെടെ പ്രമുഖർ രംഗത്തെത്തിയിട്ടുണ്ട്. വിവിധ വനിതാ സംഘടനകളിൽ നിന്നടക്കമുള്ള പ്രതിനിധികൾ ഇന്ന് സമരവേദിയിലെത്തും. സമരം ശക്തമായി തുടങ്ങുമ്പോഴും ഫണ്ടിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോഴും ഇതുവരെയും അനുനയ ചർച്ചകൾക്കുള്ള സാധ്യതകളും തുറന്നിട്ടില്ല. ഇന്നലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദില്ലിയിലെ കേരളത്തിന്റെ പ്രതിനിധി KV തോമസ് നടത്തിയ പ്രതികരണം ഏറെ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട കണക്കുകൾ അറിയില്ല എന്നായിരുന്നു KV തോമസിന്റെ പ്രതികരണം. ഇത് നിരുത്തരവാദപരമാണെന്നാണ് ആശാവർക്കർമാരുടെ വിമർശനം. ആശാവർക്കർമാർക്ക് ഒരു ദിവസം 233 രൂപയാണ് കൂലി. ഒരു ദിവസം 8000 രൂപ വരെ ശമ്പളം വാങ്ങുന്നവർ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. കണക്കുകളില്ലാതെ പിന്നെ എങ്ങനെയാണ് KV തോമസ് ധനമന്ത്രിയെ കണ്ടതെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MA ബിന്ദു പ്രതികരിച്ചിരുന്നു. ആശാവർക്കർമാരുടെ സമരം മാത്രമല്ല കേരളത്തിലെ പ്രശ്നമെന്നായിരുന്നു KV തോമസിന്റെ പ്രതികരണം. കണക്കുകളെ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നില്ല. ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന് കണക്കുകൾ മന്ത്രിയെ ബോധ്യപ്പെടുത്താനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കൂടിക്കാഴ്ചയ്ക്കെത്തിയ KV തോമസിനോട് വിശദമായ കുറിപ്പ് ഹാജരാക്കാൻ നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും.